കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI നേടിയ ഉജ്ജ്വല വിജയം വലതുമാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും നുണപ്രചാരണങ്ങൾക്കുള്ള വിദ്യാർത്ഥികളുടെ മറുപടി കൂടിയാണ്. SFIയെ വളഞ്ഞിട്ടുള്ള കടന്നാക്രമണങ്ങൾക്കിടെയാണ് കണ്ണൂർ സർവകലാശാലയിലെ ഈ മുന്നേറ്റം. മുഴുവൻ സീറ്റിലും SFI വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചതോടെ വിദ്യാർത്ഥികൾ അകറ്റി നിർത്തിയത് KSU MSF സഖ്യത്തെയും ഫെറ്റേണിറ്റി ഉൾപ്പെടെയുള്ള വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളടങ്ങുന്ന കൂട്ടുകെട്ടിനെയും. ചെയർമാൻ, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 5 മേജർ സീറ്റിൽ 4ലും വിദ്യാർത്ഥിനികളാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും ശ്രദ്ധേയം. മേജർ സീറ്റുകളിൽ എതിർ സ്ഥാനാർത്ഥികളെക്കാൾ ഇരട്ടിയിൽ കൂടുതൽ വോട്ട് നേടി. തെരഞ്ഞെടുപ്പ് നടന്ന ശനിയാഴ്ച മനോരമ 1-ാം പേജിലെ പ്രധാന വാർത്തയുൾപ്പെടെ ആദ്യ പകുതിയുടെ 3/4 പങ്കും SFIയെ താറടിക്കാനാണ് ഉപയോഗിച്ചത്. തെരഞ്ഞെടുപ്പിൽ അക്രമ സാധ്യതയെന്ന് പ്രചരിപ്പിക്കാൻ ഹൈക്കോടതിയിൽ നിന്ന് പോലീസ് സംരക്ഷണം തേടി. എന്നാൽ വോട്ടെടുപ്പിനിടെ കള്ളവോട്ട് സംശയം പ്രകടിപ്പിച്ച SFI പ്രവർത്തകരെ സംഘടിതമായി ആക്രമിക്കാനാണ് KSU MSFുകാർ ശ്രമിച്ചത്. അതിന്റെ പേരിൽ സംഘർഷമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് SFIയുടെ തലയിടാനായിരുന്നു നീക്കം. ആരോഗ്യ സർവകലാശാലയ്ക്കു കീഴിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിഭാഗത്തിലും SFI വൻ വിജയം നേടിയിരുന്നു. കണ്ണൂർ ജില്ലയിലെ 10ൽ 9 നേടി. ഒരിടത്തു മാത്രം വലതു സഖ്യം ജയിച്ചത് 1-ാം പേജ് വാർത്തയാക്കിയ മനോരമ അടുത്തത് കണ്ണൂർ സർവകലാശാല യൂണിയനായിരിക്കുമെന്നും പ്രവചിച്ചു. കൊയിലാണ്ടിയിലെ സ്വാശ്രയ കോളേജിൽ പ്രിൻസിപ്പൽ സംഘർഷമുണ്ടാക്കിയതിനും കാര്യവട്ടം ക്യാമ്പസിൽ KSUക്കാർ കലാപത്തിന് ശ്രമിച്ചതിനും SFIയെ പ്രതിക്കൂട്ടിലാക്കാൻ നോക്കി. അതേസമയം മട്ടന്നൂർ പഴശ്ശിരാജ കോളേജിലും മറ്റും KSUക്കാർ പ്രിൻസിപ്പാളിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതുൾപ്പെടെ വാർത്തകൾ മുക്കി. SFIയെ നന്നാക്കാനെന്ന പേരിൽ മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്നുയർന്ന വിമർശത്തെയും മാധ്യമങ്ങൾ ആഘോഷിച്ചു. എന്നാൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ നെഞ്ചേറ്റുന്നത് പൊരുതുന്ന ആ സംഘടനയാണെന്നും നുണപ്രചാരണങ്ങളെ തള്ളിക്കളയുമെന്നും ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്.